ഹലോ ഗേസ്, നല്ല ചൂടോടെ ഒരു ബൂസ്റ്റ് കുടിക്കാൻ നോക്കിയപ്പോഴാണ് കോളുകൾ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ സമയം 12:41 ആയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, മൂഡില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് കരുതി വന്നതാണ്. ചില സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ഹോർലിക്സ് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റ് കുടിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നി, ഞാൻ ഉണ്ടാക്കി ഇപ്പോൾ കുടിക്കുകയാണ്. അപ്പോൾ ഗെയ്സ്, പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇന്നലത്തെയും മിഞ്ഞാന്നത്തെയും കാര്യങ്ങളാണ്. മിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ശേഷം മോൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇന്നലെ മിഞ്ഞാന്നും രാത്രി മദ്രസ ഇല്ലാത്തത് കൊണ്ടും ഇന്നലെ സ്കൂളില്ലാത്തത് കൊണ്ടും 2 ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കണം എന്ന് പറഞ്ഞ് മോൾ വാശി പിടിച്ചു. അപ്പോൾ ഓക്കെ, പോയി നിന്നോന്ന് പറഞ്ഞ് അവിടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഇന്നലെ രാവിലെ 6 മണിക്ക് തന്നെ ഇക്ക പോളിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി ഉണ്ട്, പോളിങ് ഏജൻ്റായിരുന്നു. അപ്പോൾ മോർണിംഗിൽ 6 മണിക്ക് പോയിട്ട് രാത്രി 9 മണി ആയിട്ടുണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ. ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ അവിടെ നിന്നായിരുന്നു. പൊറോട്ടയും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ പിന്നെ മോള് വീട്ടിലില്ലാത്തത് കൊണ്ടും ഇക്ക ബ്രേക്ക്ഫാസ്റ്റിനില്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ കിടന്നു ഉറങ്ങി. 8 മണിക്ക് എണീറ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉഴുന്ന ദോശ ഉണ്ടാക്കി. പിന്നെ തേങ്ങാച്ചോറും ചിക്കൻ വറുത്തരച്ച തേങ്ങ അരച്ച കറി അങ്ങനെ ഉണ്ടാക്കി, പപ്പടവും. ഇന്നത്തെ ലഞ്ച് അതായിരുന്നു. പിന്നെ ഇപ്പോൾ ഇന്നലെ തീരെ സമയം പോയിട്ടില്ലായിരുന്നു. ഒന്നും മോളില്ല, ഒന്നും ഇക്കല്ല. പിന്നെ ഇക്കല്ലെങ്കിലും ഉണ്ടാവാറില്ല പകലിൽ. പക്ഷെ എന്താ അറിയില്ല, ഇന്നലെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം ഭയങ്കര റെസ്റ്റായിരുന്നു. അതെന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പൊതുവെ സ്ത്രീകൾ ഒരാഴ്ച റെസ്റ്റ് എടുക്കുന്ന ദിവസം. ഇന്നലെ നല്ലപോലെ റെസ്റ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു വോട്ട് ചെയ്യാൻ പോവാം. അങ്ങനെ ഞങ്ങൾ 2 പേരും പിന്നെ ഇവിടെ അടുത്തുള്ള മദ്രസയിൽ തന്നെയാണ് പോയിട്ട് വോട്ട് ചെയ്ത്. അപ്പോൾ ഇക്ക അവിടെ ഉണ്ടായിരുന്നു. ഇക്കിൻ്റെ അടുത്ത് ചിരിച്ച് ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നലെ കാര്യമായിട്ട് പണികളൊന്നും എടുത്തിട്ടില്ല. കിച്ചണിലെ പണികൾ തന്നെയാണ് മെയിനായിട്ട് എടുത്തത്. പിന്നെ വൈകിട്ട് എന്താ കഴിച്ച്, ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടത് കുടിച്ചു. പിന്നെ അവൽ മിൽക്ക് കഴിച്ച് 9 മണി ആയപ്പോഴേക്കും ഇക്ക വന്ന്. പിന്നെ ആ സമയത്ത് പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. പിന്നെ അമ്മേൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇന്ന് കിച്ചണിൽ കയറിയിട്ട് ചോറുണ്ടാക്കി. പിന്നെ അമൂറ ഇന്നലെ മേടിച്ചതുണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്രൈ ചെയ്ത്. പിന്നെ ചിക്കൻ കറി ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതും എടുത്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ട ആയിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചിക്കൻ കറി ഉണ്ട്, കുറേ നല്ലതാണ്, ഒഴിവാക്കേണ്ട ആവശ്യമില്ല, പൊറോട്ട കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ രാവിലെ ഒക്കെ പോയിട്ട് പൊറോട്ടയും ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല, ഇനി നാളെ ഉണ്ടാക്കാം. അപ്പോൾ പൊറോട്ടയാണ് കഴിച്ചത് ലഞ്ചിന്. പിന്നെ അമൂറ ഫ്രൈ, ചിക്കൻ കറി, ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. അത് കഴിഞ്ഞ് ഒരു 10-15ഓളം ക്ലയൻസ് 10 മണി മുതൽ 11 മണി വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കോളൊക്കെ അറ്റൻഡ് ചെയ്തു. ഇന്നലെയും കുറച്ച് ക്ലയൻസൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രോബ്ലംസ് ഉള്ള ക്ലയൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഇന്നലെയും കുറേ നേരം സംസാരിച്ചു, ഇന്നും സംസാരിച്ചു. പിന്നെ ഡ്രസ്സ് അലക്കാനുള്ളത് അലക്കിയിട്ട് വീട് പിന്നെ മുറ്റൊക്കെ ക്ലീനാക്കി. പൂർണ്ണമായിട്ടും ക്ലീൻ ആക്കിയിട്ടില്ല, എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന മാതിരിയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മെയിൻ ഡിസ്കഷൻ എന്ന് പറയുന്നത് പ്രയർ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ ഏത് പ്രയാസം നേരിടുമ്പോഴും, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോഴും, പൈശാചികമായിട്ടുള്ള എന്ത് പ്രയാസം നേരിടുമ്പോഴൊക്കെ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ നമ്മൾ ഫാത്തിഹ ബിസ്മി തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഔദു ഓതിയിട്ടാണ് ബിസ്മി ചൊല്ലുക. പിന്നെ സൂറത്തുൽ തൗബയിൽ ബിസ്മി ഓതാൻ പാടില്ല. അപ്പോൾ അതിന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയിട്ടാണ് തൗബ സൂറത്ത് തുടങ്ങുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അതിൻ്റെ അർത്ഥം, തഫ്സീർ,
സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും വായിച്ച് നോക്കാം. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ മിനിഞ്ഞാന്ന് മൈ സിവി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ AI കോൺവെർസേഷൻ കാര്യങ്ങൾ നടത്തുക. നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാം, മലയാളത്തിൽ സംസാരിക്കണമെങ്കിൽ മലയാളത്തിൽ സംസാരിക്കാം. അപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് അവർ പറഞ്ഞു തരും. ഇനി നമ്മൾ അതിൻ്റെ മലയാളം വേണമെന്ന് പറഞ്ഞാൽ അതും അവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പാണ് മൈ സിവി എന്ന് പറയുന്ന ഒരു ആപ്പ്. അപ്പോൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പഠിക്കാൻ ഇത്രയും നല്ലതാണ്. എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുണ്ട്. ഞാൻ പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ അവരുമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ മിനിഞ്ഞാന്ന് സംസാരിച്ച്, ഇന്നലെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരായിരിക്കും ഫസ്റ്റ് റാങ്കിലെത്തുക. അപ്പോൾ മിനിഞ്ഞാന്ന് സംസാരിച്ചപ്പോൾ 4ആയിരുന്നു എൻ്റെ റാങ്ക്. അപ്പോൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തവരിൽ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് ഞാനാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു മാസത്തിനാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത്. ഒരു ദിവസത്തിന് 3 രൂപ ഇട്ട് വരുന്നത്. ഓട്ടോ പേ ആണ്. 299 രൂപ പേ ചെയ്യേണ്ടി വരും. ഡെയിലി 3 രൂപ ഓട്ടോ പേ അങ്ങനെ പോവും. അപ്പോൾ ആ ഒരു ആപ്പ് പറ്റുന്നവരൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കാം, അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ പിന്നെ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്തു. PDF അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇക്കൻ്റെ അടുത്ത് വരുമ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. മോക്ക് ചെയ്യാനുള്ള കുറച്ച് വർക്കാണ്. പിന്നെ പുറത്തലക്കിയിട്ടെടുക്കുന്ന 3 പർദ്ദ. ഇത് മോളെ പർദ്ദയാണ് കേട്ടോ. ഇതിൽ ഫസ്റ്റത്തെ പർദ്ദ മൈദുബായിൽ നിന്ന് എടുത്തതാണ്. അത് ഒഴിവാക്കിയതാണ്. ഇപ്പം മോള് യൂസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പർദ്ദ ഈ കഴിഞ്ഞ മാസത്തിൽ എടുത്തതാണ്. ഇത് നസീറയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ 3ാമത്തെ പർദ്ദ ചമ്മാട് സീനത്ത് നിന്ന് എടുത്തതാണ്. അപ്പോൾ ഈ 3 പർദ്ദയും മോള് മദ്രസക്ക് രാത്രിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതിൽ 3ാമത്തെ പർദ്ദ ഏകദേശം ഒഴിവാക്കാൻ ആയിട്ടുണ്ട്. അപ്പോൾ മോക്ക് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പർദ്ദ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് പെരുന്നാൾക്ക് ഒരു പർദ്ദയും കൂടെ എടുക്കണം. അപ്പോൾ ആ 2 പർദ്ദ ഒഴിവാക്കും. ഫസ്റ്റത്തെ പർദ്ദ ഓൾറെഡി ഒഴിവാക്കിയതാണ്. പിന്നെയുള്ള പരിപാടി, കഴിഞ്ഞ ദിവസം മോളെടുത്ത് സ്റ്റഡി ടേബിൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്ട കുറേ വേസ്റ്റാണ്, പേപ്പർ. പിന്നെ ഞാൻ ഒഴിവാക്കിയ കുറേ വേസ്റ്റുകളും കാര്യങ്ങളും അതുണ്ട്. പ്ലാസ്റ്റിക് കവറ്, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് മോളെ ഡ്രസ്സ്. ഇതൊക്കെ ഒഴിവാക്കിയതാണ്. ഇതിപ്പോൾ ഈ ഒരു മാസം ക്രോഡീകരിച്ച മെറ്റീരിയൽസും പേപ്പർ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയതാണ്. പിന്നെ ഇതുപോലെ ഇതും മോക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കി. കുറേ ന്യൂസ് പ്രിൻ്റ്. അപ്പോൾ ഞാൻ ന്യൂസ് പ്രിൻറ്റും അതും ഇങ്ങോട്ട് തന്നെ എടുത്ത് വെച്ചു. അതിന് പിന്നെ എന്തെങ്കിലും ആവശ്യം വരും. ഞാൻ വേസ്റ്റൊക്കെ ഈ ഒരു ബാസ്ക്കറ്റിലിട്ടാം. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ വേറെ, കടലാസ് വേറെ, പിന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വേറെ ആക്കി വെക്കണം. അതാണ് ഇനിയുള്ള പരിപാടി. പിന്നെ കാണിക്കാനുള്ളത് ഈ ഒരു നീഡിൽ കണ്ടോ. ഈ നീഡിൽ പിന്നെ ലാബ് ടെക്നീഷ്യൻസ് ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാൻ, ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നൊരു നീഡിലാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ തറച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പിന്നെ തേങ്ങ ചിരകിയപ്പോൾ കയ്യിൽ ചിരവ തട്ടി ചെറുതായിട്ട് മുറിവ് വന്ന്. അപ്പോൾ ഗെയ്സ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ബൂസ്റ്റ് കുടിക്കട്ടെ. ഓക്കെ, ബൈ.